ഗായ്സ്, അപ്പോൾ പീഡിയാട്രിക് സെക്ഷന്റെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഇന്നത്തെ ഈ വീഡിയോ. പി ഇൻസൈറ്റ്സിൽ എനിക്ക് എന്തൊക്കെ ഡ്യൂട്ടീസ് ആണ് വരുന്നതെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്ക് നിങ്ങളോട് ഒരു ഹാപ്പി ന്യൂസ് പറയാനുണ്ട്. ഒന്നുമല്ല, ഔപെയറിനെ കുറിച്ചാണ്. ഇപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ റിക്വയർമെന്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് A1 അല്ലെങ്കിൽ A2 ഫുൾ മൊഡ്യൂൾ ആണ്. എന്നാൽ B2 3 മൊഡ്യൂൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിസയ്ക്ക് വെക്കാം. പക്ഷേ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻസ് എല്ലാം നിങ്ങൾ ആപ്ലിക്കബിൾ ആണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് വിസയ്ക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ വിസയ്ക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് B2 3 മൊഡ്യൂൾ ഉണ്ടായിരിക്കണം. അത് ഗോയിത്ത്, ടെൽക്കോ, ഓയിസ്റ്റോ ഏതാണെങ്കിലും കുഴപ്പമില്ല. അതേപോലെ തന്നെ നിങ്ങളുടെ മാരേജ് കഴിഞ്ഞിട്ടുണ്ടാവരുത്. ഏജ് 26 കൂടരുത്. പിന്നെ ഗേൾസിനാണ് കൂടുതലായിട്ടും ഈ വിസ ചെയ്തു കൊടുക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങളുടെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ, ലാംഗ്വേജ് പഠിക്കാനുള്ള എക്സ്പെൻസ്, ട്രാവൽ കാർഡ്, ഇതിന്റെ എല്ലാം എക്സ്പെൻസ് നോക്കുന്നത് നിങ്ങളുടെ ഹോസ്റ്റ് ഫാമിലി ആയിരിക്കും. ഇതിന് പുറമെ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. ഇതുകൊണ്ട് പ്രയോജനം എന്താണെന്ന് വെച്ചാൽ ചില ഹോസ്റ്റ് ഫാമിലീസ് അവരുടെ കാർ നമുക്ക് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. പിന്നെ ഒരു കാര്യം എനിക്ക് എടുത്തു പറയാനുള്ളത്, പൊതുവെ ഔപെയറിന് ഒരു നെഗറ്റീവ് പിക്ചറാണ് ഉള്ളത്. കാര്യം ചിന്തിക്കുക, എന്ത് കാര്യത്തിനായാലും അതിനൊരു പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും ഉണ്ടായിരിക്കും. ഈവൻ ഹൗസ് ബിൽഡിംഗിലായാലും ഈ കാര്യങ്ങളൊക്കെ കണ്ടുവരാറുണ്ട്. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ നല്ലൊരു ഹോസ്റ്റ് ഫാമിലിയിൽ കണ്ടെത്തി അവിടെ ഔപെയർ ചെയ്യാവുന്നതാണ്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ റിക്വയർമെന്റ്സ് എല്ലാം നിങ്ങൾക്ക് ഉണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണം എന്നുണ്ടെങ്കിൽ ഞാൻ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആയിട്ട് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.